Good morning. Okay, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫാർമസി ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ? ഫാർമസിയില് എക്യുപ്മെന്റ്സുകൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തേ അല്ലേ? അവിടെ വരെയല്ലായിരുന്നു. Equipment needed in the hospital pharmacy consists of hospital pharmacy equipments അല്ലേ? അപ്പൊ ആൻസറുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞായിരുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന സ്റ്റാഫിംഗ് ആണ് കേട്ടോ. സ്റ്റാഫിംഗ്. Okay. There should be drug and therapeutic committee for advice and decision making. ഒരു തീരുമാനം എടുക്കാനും പിന്നെ നമുക്ക് അഡ്വൈസ് ഉപദേശത്തിനുമായിട്ട് ഹോസ്പിറ്റലില് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ട്. ഫോം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അപ്പുറം പഠിക്കാനുണ്ട് കേട്ടോ. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്നുള്ളത് അതിൽ മെമ്പേഴ്സ് ആരൊക്കെയാണ് വരുന്നതെന്നുള്ളത് നെക്സ്റ്റ് പേജിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിന് എന്താ സേഫ് ആയിട്ടുള്ള മരുന്നുകള് സേഫ് ആയിട്ടും അവർക്ക് ഫലപ്രദമായിട്ടും ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള മരുന്നുകള് അതുപോലെ അങ്ങനെയുള്ള നല്ല ഫലപ്രദമായിട്ടുള്ള ഒരു പരിചരണം ഒക്കെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ പ്രൊഫഷണലുകള് അവരൊക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാ? സേഫ് ആയിട്ടുള്ള പേഷ്യൻസിന് സേഫ് ആയിട്ടുള്ളതും ഫലപ്രദമായിട്ടുള്ളതും ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള മരുന്നുകൾ കൊടുക്കാനും പിന്നെ അതുപോലെ തന്നെ അതിന് അവർക്കുള്ള സേഫ് ആയിട്ടുള്ള പരിചരണം ഒക്കെ ലഭിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഫിസിഷ്യൻ ആൻഡ് ഫാർമസിസ്റ്റ്. ശരിയാണ്. അതിനകത്ത് മെമ്പേഴ്സ് അവിടെ പഠിക്കാനുണ്ട് കേട്ടോ ആരൊക്കെയാ വന്നേന്നുള്ളത്. അപ്പൊ ഹോസ്പിറ്റലിലെ അങ്ങനെയുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾ അടങ്ങുന്ന കമ്മിറ്റി, അവർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്തുണ്ട് ഹോസ്പിറ്റലില്? ഒരു ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ട്. എന്തിനു വേണ്ടിയാ? ഫോർ അഡ്വൈസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അഡ്വൈസ് ഉപദേശത്തിനും തീരുമാനങ്ങള് മെഡിക്കേഷൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ടും ഫാർമസിയുടെ സ്ട്രക്ചർ അതില് എങ്ങനെ വേണം മരുന്നുകൾ എങ്ങനെ എന്താ പറയാ വിതരണം ചെയ്യുക, എങ്ങനെ കൊടുക്കണം, അതിന്റെ സ്ട്രക്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങള് അതിലൊക്കെ ഒരു തീരുമാനം എടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഹോസ്പിറ്റലിലുണ്ട്. ഓക്കെ, അതില് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഒക്കെ അടങ്ങുന്ന അവർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണത്. ഇനി ഇവിടെ തന്നേക്കാം നോക്കിയേ. ഫാർമസിസ്റ്റ് റിക്വയർ ഓൺ ദ ബേസിസ് ഓഫ് ബെഡ് സ്ട്രെങ്ത്. Pharmacists required on the basis of bed strength. അപ്പൊ ഹോസ്പിറ്റലിലെ ബെഡ് സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് അവിടെ ആവശ്യമായിട്ടുള്ള എത്ര ഫാർമസിസ്റ്റുകൾ അവിടെ ആവശ്യമാണ്, ആ ഹോസ്പിറ്റലില് എത്ര ഫാർമസിസ്റ്റ് ആവശ്യമാണെന്ന് തീരുമാനിക്കുന്നത്. ഹോസ്പിറ്റലിലുള്ള ബെഡുകളുടെ അടിസ്ഥാനത്തിലാണ് ഫാർമസിസ്റ്റിന്റെ എണ്ണം കണക്കാക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ് ടു നോക്കിയേ, ബെഡ് സ്ട്രെങ്ത് ആണ് ഒന്നാമത്തെ കോളത്തിൽ തന്നേക്കുന്നത്. സെക്കൻഡ് കോളത്തില് നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ്, ആവശ്യമായിട്ടുള്ള ഫാർമസിസ്റ്റ് നോക്കി. അപ് ടു 50 ബെഡ്സ്, 50 ബെഡ് വരെയുള്ള ഹോസ്പിറ്റലില് എത്ര ഫാർമസിസ്റ്റ് വേണം? അവിടെ 3 ഫാർമസിസ്റ്റ് വേണം. 3 എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്തിട്ടേക്കാം. അപ് ടു 50 ബെഡ്സ്, 50 ബെഡ്സ്, 50 ബെഡ് വരെയുള്ള ഹോസ്പിറ്റലില് എത്ര ഫാർമസിസ്റ്റ് വേണം? 3 ഫാർമസിസ്റ്റ് വേണം. അപ് ടു 100 ബെഡ്സ്, ഇനി നോക്കിയേ 100 ബെഡ്സ് വരെയുള്ള ഹോസ്പിറ്റലുകളിൽ എത്ര വേണം? 5 ഫാർമസിസ്റ്റ് വേണം. അപ് ടു 200 ബെഡ്സ്, 200 ബെഡ് വരെയുള്ള ഹോസ്പിറ്റലുകളിൽ 8 ഫാർമസിസ്റ്റ് വേണം. അപ് ടു 300 ബെഡ്സ്, 300 ബെഡ്സ് വരെയുള്ള ഹോസ്പിറ്റലുകളിൽ
10 ഫാർമസിസ്റ്റ് വേണം. അപ് ടു 500 ബെഡ്സ്, 500 ബെഡ് വരെയുള്ള ഹോസ്പിറ്റലുകളിൽ 15 ഫാർമസിസ്റ്റ് വേണം. അപ്പൊ എങ്ങനെയാ നമ്മൾ എത്ര ഫാർമസിസ്റ്റ് വേണം എന്ന് പറയുന്നത്? നമ്പർ ഓഫ് ബെഡ്സ് അല്ലെ, ഹോസ്പിറ്റലുകളിലെ നമ്പർ ഓഫ് ബെഡ്സ്, ബെഡുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് എത്ര ഫാർമസിസ്റ്റുകൾ ആ ഹോസ്പിറ്റലിൽ ആവശ്യമാണെന്ന് കണ്ടെത്തുന്നത്. ഓക്കെ, അതിനനുസരിച്ചായിരിക്കും, ബെഡുകളുടെ എണ്ണം അനുസരിച്ചായിരിക്കും ഹോസ്പിറ്റലിലുള്ള ഫാർമസിസ്റ്റുകളുടെ എണ്ണം കണക്കാക്കുന്നത്. ആ ടേബിൾ ഒന്ന് ടിക്കറ്റ് വെച്ച് ഇമ്പോർട്ടന്റ് ആണെന്ന് എഴുതി വെക്കുക കേട്ടോ. അതിന് ഏതെങ്കിലും ഒരെണ്ണം എക്സാമിന് ചോദിക്കും. അതിന്റെ നമ്പറായിട്ട് എഴുതാനായിരിക്കും തരുന്നത് കേട്ടോ. റിക്വസ്റ്റ് അതിന്റെ റിക്വയർഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റിന്റെ എണ്ണം ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ നോക്കി വെക്കുക കേട്ടോ. എല്ലാവരും ടിക്കറ്റ് വെച്ചോ? അത് ഓക്കെ, നോട്ട് ചെയ്തില്ലേ? യെസ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേക്കുന്ന, ഒരു ഹോസ്പിറ്റലില് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാനും പിന്നെ ഉപദേശത്തിനുമായിട്ട് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഹോസ്പിറ്റലിലുണ്ട്. അത് ഹോസ്പിറ്റലിലുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾ അടങ്ങുന്ന അവർക്കുടെ ഒരു കമ്മിറ്റിയാണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് പിന്നെ പറഞ്ഞത്, നമ്മുടെ ഹോസ്പിറ്റലില് നമ്മൾ ഫാർമസിസ്റ്റുകളുടെ എണ്ണം എന്തിനു ബേസ് ചെയ്തിരിക്കും? ആ ഹോസ്പിറ്റലിലെ നമ്പർ ഓഫ് ബെഡുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ ആവശ്യമായിട്ടുള്ള ഫാർമസിസ്റ്റുകൾ എത്ര പേര് വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഹോസ്പിറ്റലുകളിലെ ബെഡുകളുടെ അടിസ്ഥാനത്തിലാണ് ഫാർമസിസ്റ്റുകളുടെ എണ്ണം കണക്കാക്കുന്നത്. അപ്പൊ അതനുസരിച്ച് ഓരോന്നും നോക്കാം കേട്ടോ. 50 ബെഡ്സ് വരെ 3 ഫാർമസിസ്റ്റ്, 100 ബെഡ്സ് വരെ 5 ഫാർമസിസ്റ്റ്, അപ് ടു 200 ബെഡ്സ് വരെ 8 ഫാർമസിസ്റ്റ്, അപ് ടു 300 ബെഡ്സ് 10 ഫാർമസിസ്റ്റ്, then up to 500 ബെഡ്സ് വരെ 50 ഫാർമസിസ്റ്റ് വേണം. ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? ഇനി അടുത്ത് നോക്കിയേ, ഒരു ഫ്ലോ ചാർട്ട് ആണ് ഇവിടെ തന്നേക്കുന്നത്. അതും ഒന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലോ ചാർട്ടും ഒന്ന് നോക്കി. ഫ്ലോ ചാർട്ട് ഫോർ റിക്വയർമെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ്. ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിന്റെ റിക്വയർമെന്റ്സിന്, ആവശ്യങ്ങൾക്ക് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് അവിടെ കാണിച്ചേക്കുന്നത്. ഇപ്പൊ ഫാർമസിസ്റ്റുകളുടെ ആ ഒരു പൊസിഷനൊക്കെ കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ട്. അതിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്നതെന്ന് വെച്ചാൽ ഡയറക്ടർ ആയിരിക്കും. സൂപ്പർവൈസറി പൊസിഷൻ, എന്താണ്, എല്ലാ കാര്യങ്ങളും മാനേജ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. ഹോസ്പിറ്റൽ ഫാർമസിയിലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ഒരു സൂപ്പർവൈസറി പൊസിഷനിൽ നിൽക്കുന്നത് ഒരു ഡയറക്ടർ, ഹെഡ് ആണ് കേട്ടോ. ഹെഡ് ആണ് ഒരു ഡയറക്ടർ. അത് ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള ആളുകളാവാം അത് ഡയറക്ടർ പൊസിഷനിൽ ഇരിക്കുന്നത്. സൂപ്പർവൈസറി പൊസിഷനാണ് ഡയറക്ടർക്ക്. എല്ലാ കാര്യങ്ങളും, ഫാർമസിയിലുള്ള എല്ലാ കാര്യങ്ങളും ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യേണ്ടത്. ഓക്കെ, ഡയറക്ടർ ഹെഡ് ആണ് അദ്ദേഹം. അതിന്റെ താഴെ നോക്കിയ ഡയറക്ടറിന്റെ കീഴിൽ വരുന്നത് സൂപ്രണ്ടന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഓർ ചീഫ് ഫാർമസിസ്റ്റ്. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താ പറഞ്ഞേക്കുന്നത്? എംഫാം കഴിഞ്ഞിട്ടുള്ള ആളായിരിക്കണം. അതാണ് അതിന്റെ സൂപ്രണ്ടന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ്, അല്ലെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ് ആകാം. അപ്പൊ ഡയറക്ടറിന്റെ കീഴിൽ വരുന്ന 2 പൊസിഷനാണ്. 2 പൊസിഷൻ, ഒരു പൊസിഷൻ അത് 2 പേർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡയറക്ടറിന്റെ കീഴിൽ ഒന്നില്ലെങ്കിൽ സൂപ്രണ്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് സൂപ്രണ്ടന്റ് വരാം, അല്ലെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ് ആകാം. എംഫാം കഴിഞ്ഞിരിക്കണം. ഈ സൂപ്രണ്ടന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം, സൂപ്രണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സീനിയർ ഫാർമസിസ്റ്റ് ആയിരിക്കും കേട്ടോ. സീനിയർ ഫാർമസിസ്റ്റ് ആയിരിക്കും. ഓക്കെ, സീനിയർ ഫാർമസിസ്റ്റ് ആയിരിക്കും. അതിന്റെ അല്ലെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ് ആകാം. എംഫാം ക്വാളിഫിക്കേഷൻ ഉള്ളവരാക്കാം. ഇനി നോക്കിയേ, ചീഫ് ഫാർമസിസ്റ്റിന്റെ കീഴിൽ നമ്മള് ഫാർമസിസ്റ്റുകളെ നമുക്ക് 4 ടൈപ്പ് പറയുന്നുണ്ട്. 4 ഗ്രൂപ്പിൽ വരുന്നുണ്ട് അവര്. ചീഫ് ഫാർമസിസ്റ്റിന്റെ കീഴിൽ ഒരു സെക്ഷൻ ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്, ബി ഫാം
ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം, B.Pharm കഴിഞ്ഞവരായിരിക്കണം. അപ്പൊ ചീഫ് ഫാർമസിസ്റ്റിന്റെ കീഴില് ഒരു ടൈപ്പ് ഓഫ് ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്, ഡ്രഗുകൾ മരുന്നുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഓരോ ഇതിലേക്കും നമുക്ക് ഡ്രഗ് മരുന്നുകൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെന്റ്, ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റില് ഫാർമസിസ്റ്റ് വേണം. ഓക്കെ, അത് B.Pharm കഴിഞ്ഞവരായിരിക്കണം. ഇനി അടുത്ത നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി ചീഫ് ഫാർമസിസ്റ്റിന്റെ കീഴില് പിന്നെ വേറെ ഫാർമസിസ്റ്റ് വരുന്നുണ്ട്. അതേതാ? മെഡിക്കൽ സ്റ്റോർ. മെഡിക്കൽ സ്റ്റോർ മാനേജ് ചെയ്യാനായിട്ട്, മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മരുന്നുകളൊക്കെ എടുക്കാൻ ആ ഒരു സെക്ഷൻ, അങ്ങനെ ഒരു ഫാർമസിസ്റ്റ് ഉണ്ട്. അതാണ് ബ്രാക്കറ്റില് മെഡിക്കൽ സ്റ്റോറിന് എഴുതിയേക്കുന്നത്. മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മരുന്നുകൾ ഫാർമസിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ഒരു സെക്ഷൻ ഫാർമസിസ്റ്റുകൾ ഉണ്ട്. ഇനി അടുത്ത് നോക്കിയേ, ടു ഫാർമസിസ്റ്റ്. പിന്നെയും ചീഫ് ഫാർമസിസ്റ്റിന്റെ കീഴിൽ വരുന്നതാണ് ടു ഫാർമസിസ്റ്റ്. അവിടെ നോക്കിയേ, B.Pharm ഓർ D.Pharm. B.Pharmോ അല്ലെങ്കിൽ D.Pharm കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. എന്താണ്? ഡിസ്പെൻസിങ്. അവരെന്താ ചെയ്യേണ്ടേ? ഔട്ട് പേഷ്യന്റിനൊക്കെ മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യുക, വിതരണം ചെയ്യുന്നത്. മെഡിസിൻസ് ഔട്ട് പേഷ്യന്റിന് എന്ത് ചെയ്യുന്നു? വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഫാർമസിസ്റ്റ് ഉണ്ട്. ഫാർമസിന്ന് നമുക്ക് ഔട്ട് പേഷ്യന്റിലേക്ക് മരുന്നുകള് വിതരണം ചെയ്യാനായിട്ട് രണ്ട് ഫാർമസിസ്റ്റ് ഉണ്ട്. ഓക്കെ, മെഡിസിൻസ് ഔട്ട് പേഷ്യന്റിലേക്ക് ഡിസ്പെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിതരണം ചെയ്യാനായിട്ട് ടു ഫാർമസിസ്റ്റ് ഉണ്ട്. ഇനി നോക്കിയേ, നെക്സ്റ്റ് ലാസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ഫോർ ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ഉണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ഫോർ ക്വാളിറ്റി കൺട്രോൾ. അപ്പൊ മരുന്നുകളുടെയൊക്കെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റുകൾ ആ ഒരു സെക്ഷനിലും വരുന്നുണ്ട്, ഫാർമസിസ്റ്റുകൾ വരുന്നുണ്ട്. നോക്കുക, ചീഫ് ഫാർമസിസ്റ്റിനെ നമ്മൾ 4 സെക്ഷൻ ആക്കിയാ തിരിച്ചേക്കുന്നത്. അവരുടെ ഡ്യൂട്ടി 4 ടൈപ്പായിട്ട് തിരിച്ചു കൊടുത്തേക്കാണ്. ഒരു ടൈപ്പ് ഓഫ് ഫാർമസിസ്റ്റുകൾ എന്ത് ചെയ്യാനായിട്ടാണ്? ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിലുണ്ട് ഫാർമസിസ്റ്റ്. ദെൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നുകൾ എടുക്കാനായിട്ട് വേറൊരു ടൈപ്പ് ഫാർമസിസ്റ്റുകൾ ഉണ്ട്. B.Pharm ഒക്കെ കഴിഞ്ഞവര് B.Pharm അല്ലെങ്കിൽ D.Pharm മതി ബേസിക് എന്ന് പറഞ്ഞേ. പിന്നെ അടുത്തത് ടു ഫാർമസിസ്റ്റ് B.Pharm അല്ലെങ്കിൽ D.Pharm കഴിഞ്ഞവര് ഡിസ്പെൻസ് ചെയ്യാനായിട്ട്, ഫാർമസിയിൽ നിന്ന് മരുന്നുകൾ ഔട്ട് പേഷ്യന്റിലേക്ക് വിതരണം ചെയ്യാനായിട്ട്. അടുത്ത് നോക്കി, PG പോസ്റ്റ് ഗ്രാജുവേറ്റ്. അത് M.Pharm ഒക്കെ കഴിഞ്ഞവരായിട്ടുള്ളവർക്കും അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ബേസിക് ആണ് നമ്മൾ പറഞ്ഞില്ലേ B.Pharm അല്ലെങ്കിൽ D.Pharm. അപ്പൊ അവരുടെ ക്വാളിഫിക്കേഷൻ കൂടുന്നതിന്റെ അനുസരിച്ച് ആ പോസ്റ്റും അതുപോലെ ആയിരിക്കും. ഇപ്പൊ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇത് വേണമല്ലോ. അതുകൊണ്ടാണ് PG പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ഫോർ ക്വാളിറ്റി കൺട്രോൾ. അവര് M.Pharm ഒക്കെ കഴിഞ്ഞവരായിരിക്കാം. ഓക്കെ, ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഏറ്റവും ടോപ്പില് ഡയറക്ടറാണ്, അതിന്റെ കീഴില് സൂപ്രണ്ടന്റ് വരുന്നുണ്ട്, പിന്നെ അല്ലെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റും ആകാം. ഇനി അവർക്കുടെ കീഴില് 4 ഫാർമസിസ്റ്റുകളെ 4 കാറ്റഗറിയിൽ തിരിച്ചു വെച്ചേക്കാം. ഓക്കെ, ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട്, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എടുക്കാൻ, ഔട്ട് പേഷ്യന്റിലേക്ക് നമുക്ക് ഫാർമസിയിൽ നിന്ന് ഔട്ട് പേഷ്യന്റിലേക്ക് മരുന്ന് വിതരണം ചെയ്യാനായിട്ട്, പിന്നെ ഈ നമ്മൾ ഡ്രഗ്സ് മരുന്നുകളുടെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയില്ലേ? അത് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ഫ്ലോ ചാർട്ട്? ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. നമ്മളിപ്പോ പറഞ്ഞില്ലേ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പേഷ്യൻസിന് കറക്റ്റ് ആയിട്ട് മരുന്നുകൾ കൊടുക്കാനായിട്ട്, അവർക്ക് കുറഞ്ഞ ചെലവിലും സൗകര്യപ്രദമായിട്ടുള്ളതും ഒക്കെ മരുന്ന് അവർക്ക് പേഷ്യൻസിന് ലഭിക്കുന്നുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണലുകൾ ചേർന്ന ഒരു കമ്മിറ്റിയാണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. അതിൽ വരുന്ന മെമ്പേഴ്സ് നോക്കിയേ, ചെയർമാൻ ഉണ്ട്, പിന്നെ മെമ്പർമാരുണ്ട്, മെമ്പർ സെക്രട്ടറി ഉണ്ട്.
ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ചെയർമാൻ എന്ന് പറഞ്ഞത് ആരാണ്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരിക്കും? മെഡിക്കൽ സൂപ്രണ്ടന്റ് ആയിരിക്കും ചെയർമാൻ, മെഡിക്കൽ സൂപ്രണ്ടന്റ്. മെമ്പർമാര് എല്ലാ HODകളും, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, HODസും മെമ്പർമാരാണ്. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ മെമ്പർമാരാണ് എല്ലാ HODയും. പിന്നെ നോക്കിയേ, മെമ്പർ അടുത്ത ഒരു ഇതിനകത്ത് വരുന്നതാണ് നേഴ്സിംഗ് സൂപ്രണ്ട്. നേഴ്സിംഗ് സൂപ്രണ്ടന്മാരെല്ലാവരും അതിൽ മെമ്പർ ആയിരിക്കും. ദെൻ മെമ്പർ സെക്രട്ടറി, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ചീഫ് ഫാർമസിസ്റ്റ്. അത് അതുപോലെ തന്നെ ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. അതിൽ നിന്നും എക്സാമിന് ചോദിക്കാറുണ്ട്. വരുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ വരുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണ്? അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവർ ആരൊക്കെയാണ്? പിന്നെ ചെയർമാൻ എന്ന് പറഞ്ഞ പൊസിഷനിൽ ഇരിക്കുന്നത് ആരായിരിക്കണം? മെഡിക്കൽ സൂപ്രണ്ട് ആയിരിക്കണം. മെമ്പർ സെക്രട്ടറിയുടെ റോള് ഹാൻഡിൽ ചെയ്യുന്നത് ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കണം. പിന്നെ മെമ്പേഴ്സ് എല്ലാ HODമാരും നേഴ്സിംഗ് സൂപ്രണ്ടന്മാരും ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ മെമ്പേഴ്സ് ആണ്. ക്ലിയർ ആയില്ലേ? അത് നോട്ട് ചെയ്തിടാം കേട്ടോ. ഇന്ന് നമ്മുടെ അടുത്ത 3 എണ്ണം എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സെക്ഷനിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. 3ഉം ഇമ്പോർട്ടന്റ് എന്ന് തന്നെ അവിടെ എഴുതിയിടുക കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത് നോക്കിയ ഫങ്ഷൻസ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്തൊക്കെയാണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി നല്ല ഫങ്ഷൻസ് എന്തൊക്കെ ചെയ്യുന്നത് നോക്കിയേ. ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി. അതായത് ഒന്ന് കറക്റ്റ് ചെയ്തേ. ഫോർമുലറി, FORMULARY, ഫോർമുലറി. ഫോർമുലറി എന്താ? ഫോർമുലറി എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഡ്രഗ് ലിസ്റ്റ് ആണ് കേട്ടോ. ഡ്രഗ് ലിസ്റ്റ്, മരുന്നുകളുടെ ലിസ്റ്റ്. ഇപ്പൊ ഫാർമസിയിൽ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകളുടെ ലിസ്റ്റ്, ഡ്രഗ് ലിസ്റ്റിനെയാണ് നമ്മൾ ഫോർമുലറി എന്ന് പറയുന്നത്. ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഫോർമുലറി. ഓക്കെ, ഹോസ്പിറ്റലിലെ ഡ്രഗ്സിന്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി. ഹോസ്പിറ്റലിലെ ഡ്രഗ് ലിസ്റ്റ് അത് പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത് നോക്കിയേ. ടു സെലക്ട് ഓഫ് മാനുഫാക്ചറർ ആൻഡ് സപ്ലയർ മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്. നോക്കിയേ, മാനുഫാക്ചറർ, നമ്മളിപ്പോ ഈ മരുന്നുകള് ഡ്രഗ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരെ സപ്ലയർമാരെ, അത് ഫാർമസിയിലേക്ക് കൊണ്ടുവരുന്ന സപ്ലയർമാരുണ്ടല്ലോ, മരുന്നുകള് സ്ഥിരം സപ്ലയേഴ്സ് ഉണ്ടാവും. സ്ഥിരമായിട്ട് നമ്മള് ഫാർമസിയിലേക്ക് മരുന്ന് കൊണ്ടുവരുന്ന സപ്ലയർമാരുണ്ടാവും. അപ്പൊ അവരെയൊക്കെ സെലക്ട് ചെയ്യുക. മാനുഫാക്ചറർമാരെയും സപ്ലയർമാരെയും സെലക്ട് ചെയ്യുക. ഇതേ നോക്കിയേ, മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്, അതിന്റെ എങ്ങനെയാ സംഭരണ രീതികള്, അതിന്റെ ആ രീതി എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യുക. ഓക്കെ, മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ് നോക്കിയേ. സെലക്ട് ഓഫ് മാനുഫാക്ചറർ, സപ്ലയർ, മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്, സംഭരണ രീതികള്, സപ്ലയർമാരെ, മാനുഫാക്ചറർമാരെയൊക്കെ സെലക്ട് ചെയ്യുക. അടുത്ത് നോക്കിയേ. ടു ആഡ് ഓഫ് ന്യൂ ഡ്രഗ്സ്, പുതിയ പുതിയ ഡ്രഗ്സുകൾ ആഡ് ചെയ്യുക, മരുന്നുകൾ ഫാർമസിയിലേക്ക് ആഡ് ചെയ്യുക. ഡിലീഷൻ ഓഫ് ഓൾഡ് ഡ്രഗ്സ്, പഴയ മരുന്നുകൾ ഡിലീറ്റ് ചെയ്യുക, ഒഴിവാക്കുക. അല്ലെ, പുതിയ പുതിയ ഇതിനനുസരിച്ച് പുതിയ മരുന്നുകളുണ്ട്. ഇപ്പൊ പഴയ ഡ്രഗ് ലിസ്റ്റിൽ നിന്നൊക്കെ ആണെങ്കിൽ എടുത്തു കളഞ്ഞ കുറെ മരുന്നുകളൊക്കെ ഉണ്ട് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഓൾഡ് ആയിട്ടുള്ള എക്സ്പയറി കഴിഞ്ഞ മരുന്നുകളൊക്കെ ആണെങ്കിലും നമ്മൾ അത് ഫാർമസിയിൽ നീക്കം ചെയ്യണം. അത് നമുക്ക് പിന്നെ ഫാർമസിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളത് പുതിയ പുതിയ ഡ്രഗ്സുകൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓൾഡ് ഡ്രഗ്സ് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്ത് നോക്കിയോ. ഡ്രഗ്സ് ടു ബി സപ്ലൈഡ് ഇൻ OPD, OPDയിലേക്കുള്ള മരുന്നുകൾ സപ്ലൈ ചെയ്യുക. ഡ്രഗ്സ് ടു ബി സപ്ലൈഡ് ഇൻ OPD, OPDയിലേക്കുള്ള മരുന്നുകൾ എന്ത് ചെയ്യുക? സപ്ലൈ ചെയ്യുക. പോളിസി ഫോമിംഗ് ഫോർ ഫാർമസി ആൻഡ് മോണിറ്ററിംഗ്. ഇവിടെ ബാങ്ക് ടാബ്ലറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത് നോക്കി. പോളിസി ഫോമിംഗ് ഫോർ ഫാർമസി ആൻഡ് മോണിറ്ററിംഗ്. എന്താ? ഫാർമസിയുടെ നയങ്ങള്, നയങ്ങള് രൂപീകരിക്കുകയും അത് മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുകയും ചെയ്യുക.
ഫാർമസിയിലുള്ള നയങ്ങൾ, അവിടുത്തെ പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യുക, എന്താ ഫോമിങ് രൂപീകരിക്കുക. ഫാർമസിയിലെ നയങ്ങള് പോളിസികള് രൂപീകരിക്കുകയും അത് മോണിറ്റർ ചെയ്യുകയും ചെയ്യുക. പിന്നെ അടുത്ത് നോക്കിയ ബഡ്ജറ്റ്, ഡിമാൻഡ് ഫോർ ഫാർമസി. ഫാർമസിയുടെ ബഡ്ജറ്റ്, അതിന്റെ ഡിമാൻഡ്, അതിന്റെ ഒരു ആവശ്യം എന്താന്ന് അത് നോക്കുക. ഫാർമസിയിലേക്ക് മരുന്നുകൾ എടുക്കാനായിട്ട് നമ്മൾ ഒരു ബഡ്ജറ്റ് വെക്കണമല്ലോ, അത് ഫാർമസിയുടെ ബഡ്ജറ്റ് നോക്കുക. Okay, next, to develop drug information system. Drug information system develop ചെയ്യുക. Drug information system എന്ന് വെച്ചാൽ എന്താ? ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ മരുന്നുകളൊക്കെ നമ്മുടെ ഈ കമ്പ്യൂട്ടറൈസ്ഡ് ഡാറ്റാബേസിലാക്കും. ഇപ്പൊ നമ്മള് എന്താ പറയാ, മരുന്നുകൾ ഇപ്പൊ മെഡിക്കൽ സ്റ്റോറിലാണെങ്കിലും ഫാർമസിയിലാണെങ്കിലും ഒക്കെ മരുന്ന് മേടിക്കുക ഫുള്ള് കമ്പ്യൂട്ടറൈസ്ഡ് ഡാറ്റാബേസ് ആണ്. ഏതാണ് മരുന്ന് എന്ന് വെച്ചാൽ ജസ്റ്റ് അവരൊന്ന് അതിന്റെ ഫസ്റ്റ് ലെറ്റർ തന്നെ അടിച്ചാൽ മതി. ആ ലിസ്റ്റിൽ വരുന്ന അല്ലെ, ആ ലെറ്ററിൽ തുടങ്ങുന്ന മരുന്നുകളുടെ ലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അവിടെ സ്റ്റോക്ക് ഉണ്ടോ, അല്ലെങ്കിൽ മരുന്നുകൾ അവിടെ അവൈലബിൾ ആണോ, ഈ മരുന്നുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ അവര് നോക്കും അല്ലെ. നമ്മളൊരു ഇപ്പൊ മെഡിക്കൽ സ്റ്റോറിലാണെങ്കിലും നമ്മൾ ചെന്ന് ഒരു ലിസ്റ്റ് കൊടുക്കുമ്പോൾ അവര് വേഗം തന്നെ കമ്പ്യൂട്ടറിൽ നോക്കും അല്ലെ. അപ്പൊ അവിടെ സ്റ്റോക്ക് ഉണ്ടാവും, ആ മരുന്ന് അവിടെ ഉണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് മരുന്ന് നമുക്ക് എടുത്തുകൊണ്ട് തരും. അങ്ങനെയല്ലേ? അതാണ് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. അപ് ടു ഡേറ്റ് ആയിട്ടോ നമ്മൾ ആ മരുന്നുകളുടെ ആ ഒരു ലിസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ഡാറ്റാബേസ് ഓർ പ്ലാറ്റ്ഫോം. ഓക്കെ, ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. ടു ചെക്ക് ഓഫ് ഫാർമസി റെക്കോർഡ്സ് ആൻഡ് ഡ്രഗ് ക്വാളിറ്റി. ഉണ്ടോ, ഫാർമസിയിലുള്ള റെക്കോർഡുകളില്ലേ, മരുന്നുകളുടെ ഡ്രഗ് ലിസ്റ്റ് ഒക്കെ വരുന്ന റെക്കോർഡുകൾ പല, അത് നിങ്ങൾക്ക് പഠിക്കാറുണ്ട് കേട്ടോ. ഫാർമസിയിലുള്ള റെക്കോർഡുകൾ ഏതൊക്കെയാണ്, അവർ കീപ്പ് ചെയ്യുന്ന റെക്കോർഡ് ഏതാന്ന് നെക്സ്റ്റ് പേജിൽ നമുക്ക് പഠിക്കാം. അപ്പൊ നോക്കിയേ, ഫാർമസിയിലെ റെക്കോർഡുകൾ ചെക്ക് ചെയ്യുക. പിന്നെ ആൻഡ് ഡ്രഗ് ക്വാളിറ്റി, മരുന്നിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. Okay, to check of pharmacy records and drug quality. ഫാർമസിയിലെ റെക്കോർഡ് ചെക്ക് ചെയ്യുക, മരുന്നുകളുടെ ക്വാളിറ്റി എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നോക്കി, second last point എന്താ? To maintain of drug standards and quality control. To ഡ്രഗിന്റെ സ്റ്റാൻഡേർഡ് അല്ലെ, നമ്മൾ ഓരോ മരുന്നുകളും പല ടൈപ്പ് ഉണ്ട് അല്ലെ. നല്ല സ്റ്റാൻഡേർഡ് കമ്പനികളെ ബേസ് ചെയ്തിരിക്കും. ചില ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ സെയിലായി പോകും. ഇപ്പൊ ഒരു ഇതിന് വേണ്ടിയിട്ട് സെയിം മരുന്നുകൾ തന്നെ പല കമ്പനികളും അത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ചിലത് പെട്ടെന്ന് സെയിലായി പോകും. അപ്പൊ എന്താ വെച്ചാ അവിടെ സ്റ്റാൻഡേർഡ് ആണ് അല്ലെ, നല്ല സ്റ്റാൻഡേർഡ് ഇതാണ്. അപ്പൊ നമ്മളാണെങ്കിലും ചിലപ്പോ നമുക്കത് ഇതാവില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പൊ ഡോക്ടർ ആണെങ്കിലും സ്ഥിരമായിട്ട് മരുന്ന് എഴുതുമ്പോഴോ അപ്പൊ അതിന്റെ വേറെ ബ്രാൻഡ് ആണെങ്കിൽ നമുക്ക് അത്രയും സെയിം മരുന്ന് തന്നെയായിരിക്കും, ബ്രാൻഡ് എന്തെങ്കിലും വ്യത്യാസമാണെങ്കിൽ നമുക്ക് അത്രയും ഇതാവില്ല അല്ലെ. നമ്മൾ ആ ബ്രാൻഡ് തന്നെ നോക്കും, നമ്മൾ സ്ഥിരം കഴിക്കുന്ന ബ്രാൻഡ്. അപ്പൊ അങ്ങനെ ആ ഡ്രഗിന്റെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുക. ഓക്കെ, ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. പിന്നെ അടുത്ത് നോക്കിയ ലാസ്റ്റ് പോയിന്റ് എന്താ? ടു ഡിസ്പോസ് ഓഫ് എക്സ്പയറി ഡ്രഗ്സ്. എക്സ്പയറി ഡ്രഗ്സ് എന്ന് വെച്ചാൽ എന്താ? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നില്ലേ, ഇത്ര നാളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ നോക്കൂലേ, എന്ത് സാധനം മേടിച്ചാലും നമ്മൾ എക്സ്പയറി ഡേറ്റും നോക്കും അല്ലെ. ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മരുന്ന് അത് ഡിസ്പോസ് ചെയ്യുക, അവിടെ നിന്ന് നീക്കം ചെയ്യുക. എക്സ്പയറി കഴിഞ്ഞ മരുന്നൊന്നും നമുക്ക് സൂക്ഷിക്കാൻ പാടില്ല. അത്രയും നാളത്തേക്ക് ആ ഡേറ്റ് നമ്മൾ നോക്കുമ്പോൾ ആ ഡേറ്റ് വരേക്ക് മാത്രമേ നമുക്കത് ആ മെഡിസിൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം അവിടെ നിന്ന് എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യണം. അത് എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെ, മരുന്നുകൾ മാത്രമല്ല. നമ്മളിപ്പോ കടയിലാണെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ നോക്കും, എക്സ്പയറി നോക്കും അല്ലെ. അത്രയും നാളത്തേക്കാണ് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്കത് ഉപയോഗിക്കാൻ പാടില്ല. എക്സ്പയറി കഴിഞ്ഞ മരുന്നുകൾ എന്ത് ചെയ്യുക? അവിടെ നമ്മൾ ഡിസ്പോസ് ചെയ്യുക, നിർമ്മാർജ്ജനം ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നിന്ന് നീക്കം ചെയ്യുക.
അപ്പൊ അത്രയാണ് അതിന്റെ ഫങ്ഷൻസ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഏകദേശം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതാണോ എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. എല്ലാ മെഡിക്കേഷൻസ് മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാ പോയിന്റ്സുകളും ഏകദേശം ഒക്കെ വരുന്നത് അല്ലെ. 1-2 പ്രാവശ്യം നിങ്ങൾ അതൊന്ന് വായിച്ചു വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഫങ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന്. ഇതിപ്പോ നിങ്ങളാണെങ്കിൽ ഫങ്ഷൻസ് ഒക്കെ ഫുൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണ്ട കേട്ടോ. അതായതിലും നമുക്ക് ഫങ്ഷൻസ് പഠിക്കാനുണ്ടാവും. അപ്പൊ ഫാർമസി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതൊന്ന് മനസ്സിലേക്ക് വെക്കാം. ഓരോന്നും ജസ്റ്റ് നിങ്ങൾ മലയാളത്തിലാണെങ്കിലും ഒന്ന് ഓർഡർ ചെയ്തൊന്ന് 1-2 പ്രാവശ്യം ഒന്ന് പറഞ്ഞു പോവുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് ഓപ്ഷൻ കാണുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്താണോ അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫുള്ള് ബൈ ഹാർട്ട് ചെയ്യണ്ട. ഫോർമുലറി എന്ന് പറഞ്ഞ ഡ്രഗ് ലിസ്റ്റ് ആണ്. ഡ്രഗിന്റെ ലിസ്റ്റ്, മരുന്നുകളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പൊ ഫാർമസിയിലാണെങ്കിലും ഒരു മരുന്നുകളുടെ ലിസ്റ്റ് ഉണ്ടാവും. ആ ഫാർമസിയിൽ എന്തൊക്കെ മരുന്നുകൾ അവിടെ ഉണ്ട് അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും അവിടെ. ഇപ്പൊ അത് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അതാ ഞാൻ പറഞ്ഞേ. ഇപ്പൊ നമ്മൾ ചെന്ന് ഇപ്പൊ ഫാർമസിയിലാണെങ്കിലും ഇപ്പൊ വെച്ചാൽ ഡോക്ടർ നേരെ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നിങ്ങൾക്ക് ആ ഒരു നമുക്ക് പഠിക്കാനുണ്ട്, പ്രൊസീജിയർ പഠിക്കാനുണ്ട്. എങ്ങനെയാണ് നമുക്ക് മരുന്നുകൾ എത്തണേന്നുള്ളത് ഇപ്പൊ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാം. എന്നുവെച്ചാൽ ഇപ്പൊ നമ്മള് ഇപ്പൊ മെഡിക്കൽ സ്റ്റോറിൽ മൂന്നാമത്തെ ഒന്ന് പറയാമോ? ഓക്കെ, പറയാലോ. മൂന്നാമത്തെ പോയിന്റ് അല്ലേ? പറയാട്ടോ. ഇപ്പൊ നമ്മൾ ഫാർമസിയിൽ അല്ല നമ്മൾ മെഡിക്കൽ സ്റ്റോറിലാണെങ്കിലും ചെല്ലുമ്പോൾ അവര് നമ്മൾ ഒരു മരുന്ന് മേടിക്കാൻ ആ സ്ലിപ്പും കൊണ്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ചീട്ട് കൊണ്ട് ചെല്ലുമ്പോൾ അപ്പൊ തന്നെ അവർ അവിടെ അടിച്ചു നോക്കൂലേ, കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കും. അപ്പൊ എന്താ കിട്ടുന്നത്? ആ ഡ്രഗ് ഫോർമുലറി ആണ്, ആ ഡ്രഗിന്റെ ലിസ്റ്റ് ആണ്. പണ്ടൊക്കെ റെക്കോർഡ് ചെയ്ത് എഴുതി വെക്കണേ. പക്ഷെ ഇപ്പൊ നമ്മൾ അഡ്വാൻസ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തോടുകൂടി ഇപ്പൊ കമ്പ്യൂട്ടറിൽ ആ ഫാർമസിയില് അല്ലെങ്കിൽ ആ മെഡിക്കൽ സ്റ്റോറിൽ ഉള്ള എല്ലാ മരുന്നുകളുടെയും ലിസ്റ്റ് ആ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും. അപ്പൊ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം നമ്മുടെ ഇവിടെ ഫാർമസിയിലുള്ള മരുന്നാണോ എന്നുള്ളത്. ഫോർമുലറി എന്ന് പറഞ്ഞാൽ ഡ്രഗ് ലിസ്റ്റ് ആണ്, മരുന്നുകളുടെ ലിസ്റ്റ്. ഒന്ന് എഴുതി വെച്ച അവിടെ. ഇനി പിന്നീട് വായിക്കുമ്പോൾ ഒരു ഡൗട്ട് വേണ്ട. ഫോർമുലറി, ഡ്രഗ് ലിസ്റ്റ്. ക്ലിയർ ആയില്ലേ? ഡ്രഗിന്റെ ലിസ്റ്റ്, അതായത് മരുന്നുകളുടെ ലിസ്റ്റ്, എത്ര മരുന്നുകൾ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞത് എത്രാമത്തെ പോയിന്റ് ആണ്? മൂന്നാമത്തെ പോയിന്റ് ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ടു ആഡ് ഓഫ് ന്യൂ ഡ്രഗ്സ്. എന്താ? പുതിയ മരുന്നുകൾ ആഡ് ചെയ്യാന്ന്. ഇപ്പൊ ഫാർമസിയിലേക്ക് ഇപ്പൊ നമ്മള് എന്താ പറയാ, ഓരോ രോഗങ്ങൾ നമ്മൾ പുതിയത് ഓരോ ദിവസവും കണ്ടെത്തുക അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള മരുന്നുകളും വേണ്ടേ, അതിനുള്ള മെഡിസിൻസ് വേണം. ഇപ്പൊ ഫാർമസിയിൽ ഓൾറെഡി കുറച്ച് മരുന്നുകൾ ഓൾറെഡി ഉണ്ടാവും അല്ലെ. ഒരു ലിസ്റ്റ്, ഡ്രഗ് ലിസ്റ്റിൽ മരുന്നുകൾ ഉണ്ടാവും അവിടെ. പിന്നെ നമ്മൾ എന്താ, പുതിയ ഡോക്ടേഴ്സ് ആണെങ്കിലും പുതിയ മെഡിസിൻസ് ഒക്കെ പറയുന്നതിന്റെ അനുസരിച്ച് ഫാർമസിയിൽ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, പുതിയ മരുന്നുകൾ ഫാർമസിയിലേക്ക് ആഡ് ചെയ്യുക. ഈ കമ്മിറ്റിയിൽ അവർ തീരുമാനം എടുക്കും ഇന്ന മരുന്നുകളും കൂടി നമുക്ക് ഫാർമസിയിലേക്ക് വരണം എന്നുള്ളത്. പുതിയ മരുന്നുകൾ ആഡ് ചെയ്യുക. പിന്നെ എന്താ? ഡിലീഷൻ ഓഫ് ഓൾഡ് ഡ്രഗ്സ്. പഴയ മരുന്നുകളില്ലേ, എക്സ്പയറി കഴിഞ്ഞ മരുന്നുകൾ നമ്മൾ പറഞ്ഞു അവിടെ നിന്ന് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഓൾഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ചില മരുന്നുകളൊന്നും സെക്കൻഡ് പോയിന്റ്, അതായത് എന്താ പറയാ, ചില മരുന്നുകളൊന്നും ഇപ്പോ നമ്മൾ അധികം ഉപയോഗിക്കില്ലാത്തതും. നേരത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പക്ഷെ പുതിയ ബ്രാൻഡുകളൊക്കെ വന്നതിന്റെ അനുസരിച്ച് ചില മരുന്നുകളൊന്നും നമ്മൾ അത് അധികം ഉപയോഗിക്കില്ല. അതിന് പകരം പുതിയ മെഡിസിൻ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളത്, അതായത് നമ്മൾ ചെലവാകാത്ത മരുന്നുകള്, അല്ലെങ്കിൽ ഇപ്പൊ ആളുകൾ ആവശ്യപ്പെടാത്ത അല്ലെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാത്ത കുറച്ച് മരുന്നുകളില്ലേ, അതിന്റെ പുതിയ വേർഷൻസ് ഇങ്ങനെ ഓരോ ദിവസം പുതിയത് നിങ്ങൾ റിസർച്ച് ചെയ്ത് പുതിയ മരുന്നുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ പഴയ മരുന്നുകൾ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത്, നീക്കം ചെയ്യുക. കിട്ടിയോ? മനസ്സിലായി? ഓക്കെ, കീർത്തന. അത്രേ ഉള്ളൂ. മൂന്നാമത്തെ പുതിയ മരുന്നുകൾ നമുക്ക് ആഡ് ചെയ്യാം, ഫാർമസിയിലേക്ക് കൊണ്ടുവരാം. ഇനി പഴയ മരുന്നുകൾ, അതായത് നമ്മളിപ്പോ അധികം സെയിൽ ആവാത്തത്, ഇപ്പൊ ഉപയോഗിക്കാത്ത മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യും, അത് മാറ്റാം.
പുതിയ പുതിയ ഇപ്പൊ നിങ്ങളാണെങ്കിലും ഇപ്പൊ ഒരു പ്രാവശ്യം നിങ്ങൾ പനിയാണ്, ഒരു പ്രാവശ്യം ചെല്ലുന്ന മരുന്ന് തന്നെ ആയിരിക്കണം എന്നില്ല, എല്ലാ പ്രാവശ്യവും ഡോക്ടർ തരുന്നേ അല്ലെ. അതിന് ചിലപ്പോൾ ബ്രാൻഡ് നെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം വരാം. പനിയാണെങ്കിലും ഇപ്പൊ പനിയുടെ തന്നെ എന്തോരം ഇതാ നമ്മൾ കഴിക്കണേ. എല്ലാവരും പനിക്ക് സാധാരണ ഡോളോ ഒക്കെ കഴിക്കാ മരുന്ന്, പാരസെറ്റമോളോ ഇതൊക്കെ നമ്മൾ പനിക്കും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡോക്ടറും ഇപ്പൊ ഡോളോ തന്നെയാണ് നമ്മള് പ്രിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടോ? പനിയാണ്, പക്ഷെ പല ഡോക്ടർമാരും പനിക്ക് പല മരുന്നുകളായിരിക്കും അവിടെ എഴുതുന്നത്. ഇപ്പൊ ഒരു ഡോക്ടർ എഴുതുന്ന മരുന്നാവുമല്ലോ വേറെ ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എഴുതണേ, അതിന് വ്യത്യാസം ഉണ്ടാവില്ലേ? സെയിം അസുഖമായിട്ട് ചെന്നാലും ഓരോ ഡോക്ടർമാര്, അത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് നിങ്ങൾ കുട്ടികളെയൊക്കെ ആണെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കണമെങ്കിൽ നമ്മൾ ആ ഡോക്ടറിന്റെ അല്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ ആ ഡോക്ടർ എഴുതുന്ന മരുന്നുകളായിരിക്കും അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ? ഇപ്പൊ നമ്മൾ വേറെ എവിടെന്നെങ്കിലും അവിടെ കൂടുതലും ആ ഡോക്ടർ എഴുതുന്ന മരുന്നുകളായിരിക്കും അത് വെച്ചേക്കുന്നത്. ഇപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും ഇപ്പൊ ഒരു ഡോക്ടർ എഴുതുന്ന മരുന്ന് നമ്മൾ വേറെ സ്ഥലത്ത് ചെന്നാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല, ഇല്ലേ? അപ്പൊ അങ്ങനെ ഓരോ മരുന്നുകളും ഇപ്പൊ ഓരോ അസുഖത്തിനാണെങ്കിലും പല ടൈപ്പ് തന്നെ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതിനകത്ത് ഡിഫറൻസ് ഉണ്ടോ അത് പറയുന്നേ. അതിപ്പോ അതിന്റെ ഡോസേജിലോ അല്ലെങ്കിൽ അങ്ങനെ സെയിം ആയിരിക്കും, മരുന്നുകൾ സെയിം ആയിരിക്കും, എന്നാൽ ബ്രാൻഡഡ് അനുസരിച്ച് വ്യത്യാസം വരാം. അതാ ഞാൻ പറഞ്ഞ പല ഡോക്ടർമാര് ഇപ്പൊ നിങ്ങൾക്കാണെങ്കിൽ അറിയാം, നിങ്ങളിപ്പോ രണ്ടിടത്തൊക്കെ കാണിക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു ഡോക്ടർ എഴുതണ മരുന്നായിരിക്കില്ല വേറെ ഡോക്ടർ എഴുതുന്നത്. അവര് പണ്ട് മുതലേ അവര് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ചിലപ്പോ മരുന്നുകൾ ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആയിട്ട് പനിയുടെ കാര്യം തന്നെ പറഞ്ഞത്. ഇപ്പൊ നമ്മളിപ്പോ പനിയായിട്ട് ഒരു കൊച്ചിനെ കൊണ്ട് ഒരു ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പനിയുടെ മരുന്ന് തന്നെയായിരിക്കും, ബ്രാൻഡ് വ്യത്യാസം ഉണ്ടായിരിക്കുന്ന. ആ ഡോക്ടർ പനിക്ക് ചിലപ്പോ ആ മരുന്നായിരിക്കും കൊടുക്കണേ. എന്നാൽ വേറെ ഡോക്ടറിനെ കാണിക്കുകയാണെങ്കിൽ ആ ഡോക്ടർ പനിക്ക് ചിലപ്പോ നമ്മൾ ആദ്യം പറഞ്ഞതായിരിക്കില്ല, വേറെ മരുന്നായിരിക്കും അവിടെ അവര് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനോട്. രണ്ട് പനിയുടെ മരുന്ന് തന്നെ. ഓക്കെ, കണ്ടന്റ് ഡിഫറെന്റ് ആണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, സെയിം ആയിരിക്കും കണ്ടന്റ് ഒക്കെ അതിനകത്ത് ഇതായിരിക്കും, ബ്രാൻഡിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവുന്ന മാത്രം. ഓക്കെ, പിന്നെ എന്താണ് ഫങ്ഷൻസ് കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കിയ ഹോസ്പിറ്റൽ ഫോർമുലറി. ഫോർമുലറി എന്ന് പറഞ്ഞാൽ ഡ്രഗ് ലിസ്റ്റ് ആണ് കേട്ടോ, ഡ്രഗ് ലിസ്റ്റ്. ഇനി അടുത്ത അതിനകത്ത് ഹോസ്പിറ്റൽ ഫോർമുലറി, ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, നോ ഹോസ്പിറ്റൽ ഫാർമസി ക്യാൻ പെർഹാപ്സ് സ്റ്റോക്ക് every medication that it's concerned doctor may want to prescribe for their patients who are hospitalized. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. കണ്ടന്റ് ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. നോക്കിയേ, no hospital pharmacy can perhaps stock every medication that is concerned doctor may want to prescribe for their patients who are hospitalized. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഇപ്പൊ ഒരു പേഷ്യന്റ് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുമ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന എല്ലാ മരുന്നുകളും ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ശരിയല്ലേ? ചിലത് പുറത്തേക്ക് എഴുതും, ഫാർമസിയിൽ ഇല്ലാത്ത മരുന്നുകളും ഉണ്ട്. ഇപ്പൊ എല്ലാ മരുന്നുകളും ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഇല്ല. ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഡ്രഗ് ലിസ്റ്റിൽ വരുന്ന മരുന്നുകൾ മാത്രമേ ഉള്ളൂ. അവര് സെലക്ട് ചെയ്യുന്ന മരുന്നുകൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ എല്ലാ എക്സാമ്പിൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ശരിയാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇത്തിരി വില കൂടിയ മരുന്നൊക്കെ ആണെങ്കിൽ എന്തായാലും പുറത്തേക്ക് ആയിരുന്നുള്ളൂ അല്ലെ. ചെറിയ ചെറിയ കുറച്ച് മരുന്നുകളൊക്കെ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാ മരുന്നുകളും ഡോക്ടർ പേഷ്യന്റ് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന എല്ലാ മരുന്നുകളും ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതാണ് ചിലതൊക്കെ നമ്മൾക്കാണെങ്കിൽ അറിയാലോ, ചിലത് പുറത്തേക്ക് എഴുതും, നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടത് ഉണ്ടാവും. അതായത് എല്ലാ മരുന്നുകളും സ്റ്റോർ ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽ ഫാർമസിക്ക് പറ്റില്ല എന്ന്. എന്തോരം മരുന്നുകളാ അല്ലെ, എന്തോരം മെഡിസിൻസ് ആണ്. എല്ലാ മെഡിസിൻസും
സ്റ്റോക്ക് ചെയ്യാനായിട്ട്, അത് സ്റ്റോർ ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽ ഫാർമസിക്ക് പറ്റില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? Drug and Therapeutic Committee consists of a list of medication that the hospital pharmacy stock. അപ്പൊ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാ, എന്താണ് അതിനകത്ത് അവര് പറയുന്നത്, അല്ലെ അതിനകത്ത് ഉൾപ്പെടുന്ന എന്താ? ലിസ്റ്റ് ഓഫ് മെഡിക്കേഷൻ ദാറ്റ് ദ ഹോസ്പിറ്റൽ ഫാർമസി സ്റ്റോക്ക്. ഹോസ്പിറ്റൽ ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്യുന്ന മരുന്നുകളുടെ ലിസ്റ്റ്. ഓക്കെ, ലിസ്റ്റ് ഓഫ് മെഡിക്കേഷൻ. മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മെഡിസിൻ ആണ് കേട്ടോ, മരുന്നുകള്. ലിസ്റ്റ് ഓഫ് മെഡിക്കേഷൻ that the hospital pharmacy stock. ഹോസ്പിറ്റൽ ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്യുന്ന മരുന്നുകളുടെ ലിസ്റ്റ്. പിന്നെ ഏതിന്റെ ഒപ്പം? along with the information about each medication. ഓരോ മരുന്നിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്ന വിവരങ്ങളോട് കൂടിയാണ്, ഓരോ മരുന്നിനെ കുറിച്ചുള്ള വിവരങ്ങളും ഉൾപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ ഫാർമസി, നമ്മൾ ഫാർമസി സ്റ്റോക്ക് ചെയ്യുന്ന മരുന്നുകളുടെ ലിസ്റ്റ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ ഉണ്ടാകും. Okay, the committee that collects the information about the hospital formulary meets regularly to make changes as necessary. ഇനി എന്താ പറഞ്ഞേക്കുന്ന? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ ഇനി എന്താ പറഞ്ഞ? കളക്ട് ദ ഇൻഫർമേഷൻ. എന്താ അവര്? ഹോസ്പിറ്റലില് ഡ്രഗ് ലിസ്റ്റ്, അതിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയ മരുന്നുകൾ ഉണ്ടാവുമല്ലോ, ഡ്രഗ് ലിസ്റ്റിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തണ്ട. അപ്പൊ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള മരുന്നുകള്, അതിന്റെ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് കമ്മിറ്റി എന്താണ്? പതിവായിട്ട് യോഗം മീറ്റ് ചെയ്യുന്നു, അവര് യോഗം ചേരുന്നു. അപ്പൊ അതിനകത്ത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ അവരെന്ത് ചെയ്യും? അതിനകത്ത് അവരതിന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. എന്തൊക്കെയാണ് ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ പുതിയതായിട്ട്, അല്ലെങ്കിൽ ആ ഫാർമസിയിലേക്ക് നമുക്ക് ഡ്രഗ് ലിസ്റ്റിലൊക്കെ മാറ്റങ്ങൾ വരുത്തി മരുന്നുണ്ടാക്കുമല്ലോ. ചിലപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, പഴയ മരുന്നൊക്കെ കളഞ്ഞിട്ട് പുതിയതൊക്കെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിനകത്ത് അങ്ങനെ പുതിയതായിട്ടുള്ള മരുന്നുകള്, ഉൾപ്പെടുത്തിയ മരുന്നുകള്, അപ്പൊ അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിട്ട്, അതായത് പഴയത് കളഞ്ഞിട്ട് പുതിയതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ, അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ത് ചെയ്യുന്നു? യോഗം ചേരുന്നു. അവര് എന്ത് ചെയ്യുന്നു? ഒരു മീറ്റിംഗ് നടത്തുന്നു. അപ്പൊ അതിൽ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പുതിയതായിട്ട്, ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ എന്തൊക്കെ മരുന്നുകള് ഈ ഡ്രഗ് ലിസ്റ്റിലേക്ക് നമുക്ക് ചേർക്കണം, അതനുസരിച്ചിട്ട് ആ മരുന്നുകള് എന്ത് ചെയ്യുന്നു? ഫാർമസിയിൽ അവര് സ്റ്റോക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഡ്രഗ് ലിസ്റ്റിലേക്ക് ആ മരുന്നുകൾ കൂടി എന്ത് ചെയ്യുന്നു? ഉൾപ്പെടുത്തുന്നു. ഇതാണ് ഹോസ്പിറ്റലില് ഡ്രഗ് ലിസ്റ്റില് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് എന്ത് ചെയ്യുന്നു? കമ്മിറ്റി, ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി മീറ്റ് ചെയ്യുന്നു. റെഗുലർ, പതിവായിട്ട് എന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ നിങ്ങക്ക്? ഫസ്റ്റത്തേല് നമ്മൾ എന്താ പറഞ്ഞേ? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ എന്താ ഉള്ളത്? അതിനകത്ത് എന്താ? നമ്മൾ ഓരോ മരുന്നിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്ന ഹോസ്പിറ്റൽ ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള മരുന്നുകളുടെ ലിസ്റ്റ് ഉണ്ടാകും. ആ ഒരു കമ്മിറ്റിയിൽ അവരത് ഉൾപ്പെടുത്താണ്. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള, ആ ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള മരുന്നുകളുടെ ലിസ്റ്റ് ഉണ്ടാകും. ഇനി അപ്പൊ നമ്മൾ ഇനി പുതിയ മരുന്നുകളൊക്കെ എന്തെങ്കിലും ആവശ്യം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ, അതാണ് ഹോസ്പിറ്റലില് ഡ്രഗ് ലിസ്റ്റില് ഓൾറെഡി അവർക്ക് എന്തുണ്ട്? ഒരു ഡ്രഗ് ലിസ്റ്റ് ഉണ്ടല്ലോ. കമ്മിറ്റിയിൽ ഓൾറെഡി ഒരു ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്യുന്ന മരുന്നുകളുടെ ലിസ്റ്റ് ഉണ്ട്. ഇനി എന്ത് ചെയ്യുന്നു? ആ ഡ്രഗ് ലിസ്റ്റില് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനായിട്ട് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ത് ചെയ്യുന്നു? റെഗുലർ ആയിട്ട്, പതിവായിട്ട് മീറ്റ് ചെയ്യുന്നു, യോഗങ്ങൾ ചേരുന്നു. അപ്പൊ അതില് ആ മെമ്പേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, അവരെല്ലാവരും, ആ കമ്മിറ്റിയിലുള്ളവരെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പോ നമുക്ക് ഇനി ഡ്രഗ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തേണ്ട പുതിയ മരുന്നുകള്, അതിന്റെ ലിസ്റ്റ് വെക്കും. പിന്നെ പഴയതൊക്കെ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ അവരവിടെ ഡിസ്കസ് ചെയ്തിട്ടാണ് ആ ഒരു പുതിയ
ഡ്രഗ് ലിസ്റ്റ് ഇടുന്നത്. അതനുസരിച്ച് ആ ഡ്രഗ് ലിസ്റ്റ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഫാർമസിയിലേക്ക് ആ മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യും. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റിൽ എന്താ അവിടെ പറയുന്നത്? ഡോക്ടേഴ്സ് യൂസ് ദ ഫോർമുലറി. ഇനി ഡോക്ടർമാര് ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാ? ടു ഫൈൻഡ് ഔട്ട് വിച്ച് മെഡിക്കേഷൻസ് ദ ഹോസ്പിറ്റൽ ഹാസ് അവൈലബിൾ ടു ട്രീറ്റ് എ ഗിവൺ സിംറ്റംസ് ഓർ കണ്ടീഷൻ. അതാണ് നോക്കി. ഇപ്പൊ ഈ ഡോക്ടർമാര് ഈ ഡ്രഗ് ലിസ്റ്റ്, മരുന്നുകളുടെ ലിസ്റ്റ് അവർ നോക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാ? ഇപ്പൊ ആ ഒരു സിംറ്റംസ്, ആ ഒരു കണ്ടീഷനില് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻ ഏതാണ്, ആ മെഡിസിൻ ഇപ്പൊ ഫാർമസിയിൽ അവൈലബിൾ ആണോ, അതനുസരിച്ച് ഡോക്ടർ എന്ത് ചെയ്യുന്നു, ആ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പൊ ഡോക്ടറിനെ ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടും ഡോക്ടർമാര് ഈ ഡ്രഗ് ലിസ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫോർമുലറി, ഡ്രഗ് ഫോർമുലറി അവര് ഉപയോഗിക്കുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടി നോക്കിയേ. ഡോക്ടർ യൂസ് ദ ഫോർമുലറി. ഡോക്ടർമാര് ഈ ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാ? ടു ഫൈൻഡ് ഔട്ട് വിച്ച് മെഡിക്കേഷൻ ദ ഹോസ്പിറ്റൽ ഹാസ് അവൈലബിൾ. ഏത് മരുന്നാണ് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്തിനാ? ടു ട്രീറ്റ് എ ഗിവൺ സിംറ്റംസ് ഓർ കണ്ടീഷൻ. ആ സിംറ്റംസിന് അല്ലെങ്കിൽ ആ രോഗത്തിന് നമുക്കിപ്പോ ഹോസ്പിറ്റലില് അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കേഷൻ ഏതാണ്, മരുന്ന് ഏതാണെന്ന് കണ്ടെത്താനായിട്ടും ഡോക്ടർമാര് ഈ ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അതിന്റെ കൂടെ ഒരു കാര്യം കൂടി അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് നോക്കിയേ. ദേ ഓൾസോ ചെക്ക്. പിന്നെ എന്താ? They also check it to ensure that they do not prescribe medication that can cause perilous എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിലസ് അപകടകരമായ, എഴുതി വെച്ചോട്ടോ, പെരിലസ് അപകടകരമായ ഇന്ററാക്ഷൻ വിത്ത് അതർ മെഡിക്കേഷൻസ്. എന്താ അടുത്തത്? എന്താ? പിന്നെ വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞു ആ സിംറ്റംസിനനുസരിച്ച് അല്ലെങ്കിൽ ആ കണ്ടീഷനനുസരിച്ച് ആ മരുന്നുകൾ, അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകൾ ഹോസ്പിറ്റലില് ഫാർമസിയിൽ ഉണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർമാര് ഈ ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? ദേ ഓൾസോ ചെക്ക് ഇറ്റ്. വീണ്ടും അവരെന്തിനാണ് ഡ്രഗ് ലിസ്റ്റ് ചെക്ക് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? മറ്റ് മരുന്നുകളുമായിട്ട് എന്തെങ്കിലും ഒരു അപകടകരമായ ഇടപെടലുകള് ത്തിന് കാരണമായിട്ടുള്ള മരുന്നുകള് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാനും എന്ത് ചെയ്യുന്നു, അവര് ഡ്രഗ് ലിസ്റ്റ് പരിശോധിക്കുന്നു. മറ്റു മരുന്നുകൾ, ഇപ്പൊ ഒരു മരുന്ന് കഴിക്കുമ്പോൾ അതിന്റെ കൂടെ വേറെ ഏതെങ്കിലും വന്ന എന്തെങ്കിലും അതിന്റെ കോൺസിക്വൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? അപ്പൊ അങ്ങനെ ആ ചാൻസ് ഉള്ള തരത്തിലുള്ള മരുന്നുകളൊന്നും അവര് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. എൻഷുർ ദാറ്റ് ദേ ഡു നോട്ട് പ്രിസ്ക്രൈബ് മെഡിക്കേഷൻസ്. അതുകൊണ്ട് അങ്ങനെയുള്ള മരുന്നുകള് അവര് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാനും അവര് ഡ്രഗ് ലിസ്റ്റ് എന്ത് ചെയ്യുന്നു, പരിശോധിക്കുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നു. മറ്റു മരുന്നുകളുമായിട്ട് അപകടകരമായ ഇടപെടലുകൾക്ക് കാരണമാകുന്ന മരുന്നുകള് അവര് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാനും എന്ത് ചെയ്യുന്നു, ഡോക്ടർമാര് ഈ ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? രണ്ട് ചാൻസ് ആണ്, രണ്ട് ഇതാ പറയുന്നത് ഡോക്ടർമാര് ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? ടു ഫൈൻഡ് ഔട്ട് വിച്ച് മെഡിക്കേഷൻ ദ ഹോസ്പിറ്റൽ ഹാസ് അവൈലബിൾ ടു ട്രീറ്റ് എ ഗിവൺ സിംറ്റംസ് ഓർ കണ്ടീഷൻ. ആ സിംറ്റംസിന് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകൾ കണ്ടെത്താനായിട്ട് ഡോക്ടർമാര് ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ദേ ഓൾസോ യൂസ് ഡ്രഗ് ലിസ്റ്റ്. പിന്നെ അതിന് അവർ ഉപയോഗിക്കുന്നത് മറ്റു മരുന്നുകളുമായിട്ട് ഒരു അപകടകരമായിട്ടുള്ള ഇടപെടലുകൾ വരുത്തുന്ന രീതിയിലുള്ള മരുന്നുകളൊന്നും പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാക്കാനും അവര് ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. The committee select a medication based on their effectiveness, their cost, and the need for them at each particular hospital. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേത്.
The committee select the medication. ഇനി ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എങ്ങനെ ഈ മരുന്നുകൾ സെലക്ട് ചെയ്യണത്? എന്തിന്റെ ബേസിലാ? എന്തിന്റെ ബേസിലാ? based on their effectiveness. അതിന്റെ ഫലപ്രാപ്തി, അതിന്റെ എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി, കോസ്റ്റ്, മരുന്നുകളുടെ കോസ്റ്റ് ആൻഡ് നീഡ് ഫോർ ദം അറ്റ് ഈച്ച് പർട്ടിക്കുലർ ഹോസ്പിറ്റൽ. അതായത് ആ ഹോസ്പിറ്റലില്, ആ പർട്ടിക്കുലർ ഹോസ്പിറ്റലിന്റെ അതിന്റെ ആവശ്യകതയെ നോക്കും. അതിനെ ബേസ് ചെയ്തിട്ടാണ് കമ്മിറ്റി എന്ത് ചെയ്യുന്നത്? മെഡിക്കേഷൻസ് സെലക്ട് ചെയ്യുന്നത്. കണ്ടോ? ഇപ്പൊ നമ്മൾ ചില മരുന്നുകൾ ഒത്തിരി പെട്ടെന്ന് സെയിൽ ആവുന്ന രീതിയിലുള്ള മരുന്നുകളുണ്ട് അല്ലെ? നല്ല എഫക്റ്റീവ്നെസ്, നമ്മുടെ ഫലപ്രാപ്തി, ഡോസേജ് പോലെ തന്നെ നമുക്കിങ്ങനെ പെട്ടെന്ന് നമുക്കത് രോഗം മാറുന്ന രീതിയിലുള്ള, പെട്ടെന്ന് നമുക്ക് എഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള മരുന്നുകളുണ്ട്. അപ്പൊ നമ്മൾക്കത് പെട്ടെന്ന് നമ്മൾ മേടിച്ച് കഴിച്ച അസുഖം മാറുകയാണെങ്കിൽ വീണ്ടും നമ്മൾ അത് തന്നെയല്ലേ നമ്മൾ വാങ്ങുള്ളൂ അല്ലേ? അപ്പൊ അതിന്റെ ഫലപ്രാപ്തി നോക്കും, മെഡിക്കേഷൻസിന്റെ, മരുന്നുകളുടെ എഫക്റ്റീവ്നെസ്, പിന്നെ അതിന്റെ കോസ്റ്റ് നോക്കും, വില എങ്ങനെയാണ്, പിന്നെ പർട്ടിക്കുലർ ഹോസ്പിറ്റലില് അതിന്റെ ആവശ്യകത. ഇപ്പൊ ചില മരുന്നുകള് ഇപ്പൊ നമ്മള് പർട്ടിക്കുലർലി നമ്മൾ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള മരുന്നുകൾ കൂടുതൽ വേണ്ടി വരും അല്ലേ? ഇപ്പൊ ഐ ഹോസ്പിറ്റല്, അപ്പൊ ആ കണ്ണിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള മരുന്നുകൾ അവിടെ ആവശ്യമായിരിക്കും. അപ്പൊ അവര് മറ്റുള്ളതിന് പുറമെ ആയിട്ട് എന്താണ്, ജനറൽ മരുന്നുകൾക്ക് പകരം അവര് സ്പെസിഫിക് ആയിട്ടുള്ള മരുന്നുകളായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഫാർമസിയിൽ അവര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള മരുന്നുകളായിരിക്കും അവരവിടെ സെലക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ആ പർട്ടിക്കുലർ ഹോസ്പിറ്റലില് ആ മരുന്നിന്റെ ആവശ്യകതയും കൂടി നോക്കും. അറിയാൻ പറ്റുമല്ലോ ഡോക്ടർമാർ കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ ഏതാണ്. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, അത് നമ്മുടെ ഫാർമസിയിൽ അവൈലബിൾ ആയിരിക്കണം. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് കമ്മിറ്റി എന്ത് ചെയ്യുന്നത്, മെഡിക്കേഷൻസ്, മരുന്നുകൾ സെലക്ട് ചെയ്യുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് അവിടെ, ദ കമ്മിറ്റി സെലക്ട് ദ മെഡിക്കേഷൻസ് ബേസ്ഡ് ഓൺ ദെയർ എന്തൊക്കെയാണ്, എഫക്റ്റീവ്നെസ്, കോസ്റ്റ് ആൻഡ് നീഡ് ഫോർ ദം അറ്റ് ഈച്ച് പർട്ടിക്കുലർ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിലെ ആ മരുന്നിന്റെ ആവശ്യകത, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് കമ്മിറ്റി മെഡിക്കേഷൻസ് സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഡ്രഗ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു 4 പോയിന്റ് നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇന്ന് തന്നെ നിങ്ങളൊന്ന് വായിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു വെക്കാം. അതൊന്നുകൂടി പറയണോ? 4 പോയിന്റ്സ് പെട്ടെന്ന് ഒന്ന് പറയണോ? ക്ലിയർ ആയോ നിങ്ങൾക്കത്? ക്ലിയർ ആയോ? പറയണം. ഓക്കെ, ഹോസ്പിറ്റൽ ഫോർമുലറി ഡ്രഗ് ലിസ്റ്റില് ഒന്നാമത്തെ പോയിന്റ് പെട്ടെന്നൊന്ന് പറയാം കേട്ടോ. ക്ലിയർ ആയവര് ഒന്നോടെ നോക്കാം. എന്താണ് പറഞ്ഞത്? ഒന്നാമത്തെ പോയിന്റില് എല്ലാ മരുന്നുകളും ഹോസ്പിറ്റൽ ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാം ഒരേപോലെ തോന്നുന്നു, ശരിയാണ്. അതാ ഞാൻ പറയാം, ഒന്നാമത്തെ പോയിന്റിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാവരും. എന്താ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റൽ, അത് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളിപ്പോ ഫാർമസി ചെന്ന് കഴിയുമ്പോൾ, ഇപ്പൊ ഗവൺമെന്റ് സഫീർ അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എക്സാമ്പിളും കൂടി പറഞ്ഞു അല്ലെ? നമ്മളിപ്പോ ഫാർമസി ചെല്ലുമ്പോൾ എല്ലാ മരുന്നും അവിടെ നിന്ന് അവൈലബിൾ ആവണമെന്നില്ല. ചില മരുന്ന് അപ്പൊ അവര് പുറത്തേക്ക് എഴുതും, ഫാർമസിയിൽ ഇല്ലാത്ത മരുന്നുകളുണ്ട്. അതാ പറയുന്നേ. അപ്പൊ അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ അവിടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന എല്ലാ മരുന്നുകളും ഹോസ്പിറ്റൽ ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ്, എല്ലാ മരുന്നുകളും സ്റ്റോക്ക് ചെയ്യാൻ ഹോസ്പിറ്റലിലെ ഫാർമസിക്ക് പറ്റുന്നില്ല. മനസ്സിലായില്ലേ? ഒന്നാമത്തെ പോയിന്റില് നോ ഹോസ്പിറ്റൽ ഫാർമസി ക്യാൻ പെർഹാപ്സ് സ്റ്റോക്ക് ഓഫ് എവരി മെഡിക്കേഷൻ. അപ്പോ നമുക്ക് അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഫാർമസിയിലെ ഡ്രഗ് ലിസ്റ്റില് എല്ലാ മരുന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? ആ ഫാർമസിയിൽ ഒരു ഡ്രഗ് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, മരുന്നിന്റെ ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, അതില് എല്ലാ മരുന്നും ഉണ്ടാവില്ല. അതായത് എന്താണ്, എല്ലാ മരുന്നുകളും സ്റ്റോർ ചെയ്യാൻ ഹോസ്പിറ്റൽ ഫാർമസിക്ക് പറ്റില്ല. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ 55 കുട്ടികൾ ഇരിക്കുന്നുണ്ട്, 55 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ആർക്കെങ്കിലും ഒരു അനുഭവം ഉണ്ടാവില്ലേ? ഫാർമസിയിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മള് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ആ മരുന്ന് കിട്ടാത്ത ഒരവസ്ഥ.
അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ? ഒന്ന് തമ്മിടോ. എസ് സഫീർ തന്നെ എസ് ഇട്ടിട്ടുണ്ട്, കീർത്തനം. ഇത്രയും പേര് അവിടെ അവർക്ക് ആ ഒരു അനുഭവം ഉണ്ട്. അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് അല്ലത്. അതായത് എന്താ അവിടെ പറഞ്ഞേക്കുന്നേ? എല്ലാ മരുന്നും സ്റ്റോക്ക് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽ ഫാർമസിക്ക് പറ്റില്ല. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഒന്ന് എഴുതി വെച്ചോ വേണമെങ്കിൽ അവിടെ പെട്ടെന്ന്. എല്ലാ മരുന്നും സ്റ്റോക്ക് ചെയ്യാൻ ഹോസ്പിറ്റൽ ഫാർമസിക്ക് പറ്റില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണ്. രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അതിൽ എന്തുണ്ടാവും? ഹോസ്പിറ്റൽ ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്തേക്കുന്ന മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. along with the information about each medication. ഓരോ മരുന്നിനെ കുറിച്ചുള്ള വിവരങ്ങൾ, ഓരോ മരുന്നിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ആ കമ്മിറ്റിയിൽ അതിനകത്ത് എന്തുണ്ട്? ആ ഫാർമസിയിൽ ഉൾപ്പെട്ട മരുന്നുകളുടെ ലിസ്റ്റ് ഉണ്ട്. മനസ്സിലായോ? ഹോസ്പിറ്റൽ ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള മരുന്നുകളുടെ ലിസ്റ്റ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നു. ഇനി അപ്പൊ ഓൾറെഡി അവർക്കൊരു ഡ്രഗ് ലിസ്റ്റ് ഉണ്ടല്ലോ, മരുന്നുകളുടെ ലിസ്റ്റ് ഉണ്ട്. ഇനി എന്ത് ചെയ്യുന്നു? ഇനി ആ ഹോസ്പിറ്റലില് ഡ്രഗ് ലിസ്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, അതായത് എന്താ പറഞ്ഞേക്കണേ, നമ്മൾ പുതിയ മരുന്നുകൾ എന്തെങ്കിലും ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഓൾഡ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാനോ, അതായത് നമ്മൾ ആ ഡ്രഗ് ലിസ്റ്റിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് എന്ത് ചെയ്യുന്നു? അതിനുള്ള ഇൻഫർമേഷൻ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി പതിവായിട്ട് യോഗം ചേരുന്നു. അവര് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്ന ആ മീറ്റിംഗിൽ അവര് ഡിസ്കസ് ചെയ്യും അവിടെ ഏതൊക്കെ മരുന്നുകളാണ് നമുക്കിപ്പോ റീസെന്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ ഇന്ന മരുന്നുകൾ കൂടി നമുക്ക് ഡ്രഗ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തണം. അപ്പൊ ആ കമ്മിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? അതും കൂടി അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലില് ആ ഡ്രഗ് ലിസ്റ്റില് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് കമ്മിറ്റി പതിവായിട്ട് എന്ത് ചെയ്യുന്നു? അവര് മീറ്റ് ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയില്ലേ? ഓക്കെ ഇല്ലേ? അപ്പൊ എന്താ പറഞ്ഞത്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയില് ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്ത മരുന്നുകളുടെ ലിസ്റ്റ് ഉണ്ട്. ഇനി ആ ഡ്രഗ് ലിസ്റ്റില് മാറ്റങ്ങൾ വരുത്താനായിട്ട് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ത് ചെയ്യുന്നു? പതിവായിട്ട് മീറ്റ് ചെയ്യുന്നു, യോഗങ്ങൾ ചേരുന്നു. ഇനി അടുത്തത് മൂന്നാമത്തെ പോയിന്റിൽ ഡോക്ടർ, ഈ ഡ്രഗ് ലിസ്റ്റ് ഡോക്ടർമാർ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ? അതെന്തിനു വേണ്ടി? രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തത്, ഡോക്ടർമാർ എന്തിനാണ് ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്? ടു ഫൈൻഡ് ഔട്ട് വിച്ച് മെഡിക്കേഷൻ ദ ഹോസ്പിറ്റൽ ഹാസ് അവൈലബിൾ ടു ട്രീറ്റ് എ ഗിവൺ സിംറ്റംസ് ഓർ കണ്ടീഷൻ. ഇപ്പൊ ഡോക്ടർ നമ്മളെ വെറുതെ പ്രിസ്ക്രൈബ് ചെയ്യല്ല, ഡോക്ടർ ആ സിംറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ ആ സിംറ്റംസ് അനുസരിച്ച് അതിന് ട്രീറ്റ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകൾ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടോ എന്ന് ആ ഡോക്ടറിന് ചെക്ക് ചെയ്യാം, ഡ്രഗ് ലിസ്റ്റിൽ നോക്കാം. അപ്പൊ ആ സിംറ്റംസ് അനുസരിച്ച് ഇന്ന മരുന്നാണ്, അത് ആ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ഡോക്ടറിന് ഒന്ന് ചെക്ക് ചെയ്യാലോ. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും? ആ ഡ്രഗ് ലിസ്റ്റും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ആ ഡ്രഗ് ലിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്താ അതിന് ആ സിംറ്റംസിന് അവൈലബിൾ ആയിട്ടുള്ള, അതിനെ ട്രീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മരുന്ന് അവിടെ ആ ഫാർമസിയിൽ ഉണ്ടോ, ആ ഹോസ്പിറ്റലിലെ ഫാർമസിയിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ഡോക്ടറിന് ആ മരുന്ന് എഴുതാം. അപ്പൊ നമുക്ക് നേരെ പോയി ഫാർമസിയിൽ നിന്ന് മരുന്ന് കളക്ട് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പൊ അതിനനുസരിച്ച് ഡോക്ടറിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയി? ഇനി രണ്ടാമത്തെ പറഞ്ഞേക്കുന്നത് എന്താ? വീണ്ടും എന്തിനാണ് ഡോക്ടർ ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്? അപ്പൊ ചില മരുന്നുകൾക്ക് എന്താണ് എന്തെങ്കിലും സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മറ്റു മരുന്നുമായിട്ട് നമ്മൾ കൂടെ കഴിക്കുമ്പോൾ, അതായത് മറ്റു മരുന്നുകളുമായിട്ട് എന്തെങ്കിലും അപകടകരമായിട്ടുള്ള എന്തെങ്കിലും ഇടപെടലുകൾക്ക് കാരണമായിട്ടുള്ള മരുന്നുകളൊന്നും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാനും ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടെന്ന്. അതായത് മരുന്നുകൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സോ അതൊക്കെ ആ ലിസ്റ്റിൽ ഉണ്ടാവും, മരുന്നിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പൊ മറ്റു മരുന്നുകളുമായി അപകടകരമായിട്ടുള്ള ഇടപെടലുകൾക്ക് കാരണമാകുന്ന
മരുന്നുകളൊന്നും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാനും ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നു. രണ്ട് ഇതാ പറഞ്ഞേക്കുന്നത് അവിടെ. ഇനി ലാസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ദ കമ്മിറ്റി സെലക്ട് ദ മെഡിക്കേഷൻ ബേസ്ഡ് ഓൺ ദർ എഫക്റ്റീവ്നെസ്. ആ മരുന്നിന്റെ ഫലപ്രാപ്തി, അതിന്റെ കോസ്റ്റ്, ആ പർട്ടിക്കുലർ ഹോസ്പിറ്റലിലെ മരുന്നിന്റെ ആവശ്യകത, ഇതൊക്കെ നോക്കിയിട്ടാണ് കമ്മിറ്റി മരുന്നുകൾ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ടാണ് ആ ഡ്രഗ് ലിസ്റ്റ് അവര് ഇടുന്നത്. അതനുസരിച്ചുള്ള മരുന്നുകളായിരിക്കും ഫാർമസിയിൽ ഉള്ളത്. അപ്പൊ കമ്മിറ്റി എങ്ങനെയാണ് മെഡിക്കേഷൻസ് സെലക്ട് ചെയ്യുന്നത്? എന്തിനെ ബേസ് ചെയ്തിട്ടാ? ബേസ് ചെയ്തിട്ടാ? ബേസ്ഡ് ഓൺ ദ എഫക്റ്റീവ്നെസ്, അതിന്റെ ഫലപ്രാപ്തി, ദർ കോസ്റ്റ്, മെഡിക്കേഷൻസിന്റെ മരുന്നുകളുടെ കോസ്റ്റ്, അതിന്റെ നീഡ് ഫോർ ദം അറ്റ് ഈച്ച് പർട്ടിക്കുലർ ഹോസ്പിറ്റൽ. ഓരോ ഹോസ്പിറ്റലിലും അതിന്റെ ആവശ്യകത, മരുന്നിന്റെ ആവശ്യകത, അതനുസരിച്ചിട്ടാണ് മെഡിക്കേഷൻസ് കമ്മിറ്റി സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? 4 പോയിന്റ് ഓക്കെ ആണ് അല്ലെ? ഇനി അടുത്തത് ഇന്റന്റിങ് ആണ്. ഇന്റന്റിങ് എന്താണെന്ന് മാത്രം പറഞ്ഞു വെക്കാം, ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇത് ഒരുപാട് ഓടിച്ച് പറഞ്ഞു പോകാൻ പറ്റുന്ന ചാപ്റ്റർ അല്ല. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഗവൺമെന്റ് ഹോസ്പിറ്റലില് ആണെങ്കിൽ പാരസെറ്റമോൾ ആയിരിക്കും, ശരിയാ അല്ലെ? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോണവർക്ക് അറിയാം. അവിടെ കോമൺ ആയിട്ട് അതാ പറഞ്ഞ, അവിടെ അവർക്കിടെ ഇതിനകത്ത് കോമൺ ആയിട്ട് കുറച്ച് മരുന്നുകളുണ്ട്. അപ്പൊ അതൊക്കെ തന്നെയായിരിക്കും അവിടെ കൊടുക്കുന്നത്. ഇന്റന്റിങ് എന്ന് പറഞ്ഞ റിക്വസിഷൻ ആണ്. ഇന്റന്റിങ്, INDENTING, ഇന്റന്റിങ്, റിക്വസിഷൻ എഴുതി വെച്ചോ. റിക്വസിഷൻ ആണ്. നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുക. എന്താ? ഇപ്പോ നമ്മൾ പറഞ്ഞു എല്ലാ മെഡിസിൻസും നമുക്ക് ഫാർമസിയിൽ ഇല്ല, അല്ലെങ്കിൽ അവിടെ മാനുഫാക്ചർ ചെയ്യുന്നില്ല. എല്ലാ മരുന്നുകളും അവിടെ ഇല്ല. സ്പെല്ലിംഗ് INDENTING ഉണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ. ഓക്കെ, ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സ് കണ്ടോ? അതായത് റിക്വസിഷൻ ആണത്. അതായത് നമ്മുടെ ഫാർമസിയില് എല്ലാ മരുന്നും ഇല്ല എന്ന് പറഞ്ഞു അല്ലേ? അതായത് അവിടെ എല്ലാ മരുന്നുകളും മാനുഫാക്ചർ ചെയ്യുന്നില്ല. അപ്പൊ അതായത് ഫാർമസിയിലുള്ള മരുന്നുകൾക്കായിട്ട് നമ്മൾ ഒരു റിക്വസിഷൻ, സപ്ലയർമാർക്ക് ഒരു റിക്വസിഷൻ കൊടുക്കും. ഇന്ന മരുന്നുകൾ ഫാർമസിയിലേക്ക് വേണം. മെഡിക്കൽ റെപ്പുകളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഹോസ്പിറ്റലുകളിലൊക്കെ. അപ്പൊ അവരൊക്കെ എന്താണ്, ഫാർമസിയിലേക്കുള്ള മരുന്നുകളുടെ ഓർഡർ മേടിക്കും. അതനുസരിച്ച് അവര് മരുന്നുകൾ കൊടുക്കും അല്ലെ? അപ്പൊ ഇന്റന്റിങ് എന്ന് പറഞ്ഞതുള്ളൂ, ഫാർമസിയില് ആവശ്യമായിട്ടുള്ള മരുന്നുകൾക്കായിട്ട് നമ്മളൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഓർഡർ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അഭ്യർത്ഥന നടത്തുന്നതിനാണ് ഇന്റന്റിങ് എന്ന് പറയുന്നത്. എന്താണ്? അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഫാർമസിയില് ആവശ്യമായിട്ടുള്ള മരുന്നുകൾക്കായിട്ട് ഒരു ഓർഡർ കൊടുക്കുന്നത്, സപ്ലയർമാർക്ക് ഓർഡർ കൊടുക്കുന്നത്. ഫാർമസിയില് ആവശ്യമായിട്ടുള്ള മരുന്നുകൾക്കായിട്ട് സപ്ലയർമാർക്ക് ഓർഡർ കൊടുക്കുന്നത്, റിക്വസ്റ്റ് കൊടുക്കുന്നത്. ഇതാണ് ഇന്റന്റിങ് എന്ന് പറഞ്ഞാൽ. റിക്വസിഷൻ എന്ന മീനിങ് നമ്മൾ എഴുതി വെച്ചത്. റിക്വസ്റ്റ്, അഭ്യർത്ഥന കൊടുക്കുകയാണ്, ഇന്ന മരുന്നുകൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, മെഡിസിൻ ഓർഡേഴ്സ്. ഓക്കെ, വെരി ഗുഡ്. മെഡിസിന് ഓർഡർ കൊടുക്കുകയാണ്. ഫാർമസിയിൽ ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് ആയിട്ട് സപ്ലയർമാർക്ക് ഓർഡർ കൊടുക്കുന്നതിനെയാണ് ഇന്റന്റിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നാളെ ഉണ്ടല്ലോ, അപ്പൊ ഒത്തിരി ഗ്യാപ്പ് ഇല്ല. ഇന്ന് പഠിച്ചതൊക്കെ നാളത്തേക്കൊക്കെ ഒന്ന് ഓർത്തൊക്കെ വെക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെച്ചിട്ട് വരിക. നാളെ ബാക്കി നമുക്ക് ഇതിന്റെ കണ്ടിന്യൂസ് എടുക്കാം. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? മനസ്സിലാക്കി വെക്കണേ എല്ലാവരും. ഓക്കെ, ബൈ.